ഷൈനിയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുഞ്ഞുങ്ങളുടെ കേസിലാവാം ഷൈനിയും മക്കളും ഒന്നിച്ച് നിന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് തോന്നുന്നുണ്ട്. നിർബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ CCTV ഇല്ല, ഒന്നും തോന്നിയ അല്ലേ പറഞ്ഞ ഒരുമിച്ച് കഞ്ഞി ഒഴിച്ചിട്ട് കിടക്കുമല്ലേ ഇത്. ഇതിനകത്ത് ചേട്ടനെതിരെ ഉയർന്ന 1-2 കാര്യങ്ങൾ ഫോൺ കൊടുത്തില്ല. ഫോണിന്റെ ഇനി പറയാം, ഈ ഫോൺ കൊടുത്തില്ല എന്നെ വിരട്ടിയിട്ടാ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അത് വെറുതെ പറഞ്ഞാൽ എന്നെ ആരും വിരട്ടി. ഫോണെന്ന് പറഞ്ഞ സാധനം എൻ്റെ കുഞ്ഞ് മരിച്ചു, ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സ്റ്റേഷനിലാരും തിരിച്ചു വന്ന സമയത്ത് അവർ കയറിയപ്പോൾ കട്ടടി എടുത്തിട്ട് അതുപോലെ അവിടെ വെച്ചിട്ട് പോയി. ഇവർക്ക് വേണേൽ അന്നേരം അവർ പോലീസ് എടുത്തോണ്ട് പോകണ്ടേ? ഈ ഒരു മരണം നടന്ന വീടല്ലേ, അവരെടുത്തോണ്ട് പോയില്ല. പിന്നെ മരണമൊഴി എന്ന് പറഞ്ഞതില്ല, അവർ ഇവിടെ തപ്പി അവർക്ക് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഈ സ്വർണ്ണമെല്ലാം വേണ്ടി ഇതിനടിയിരിപ്പുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ എടുത്തില്ല ആ സാധനം അവിടെ ഇരുന്നിട്ട്. അപ്പം വെള്ളിയാഴ്ച മരിച്ചു, മോർച്ചറി കൊണ്ട് ഈ സാധനം എല്ലാം വെച്ച് വന്നു കഴിഞ്ഞപ്പോഴും ആ കട്ടലിൽ ഈ സാധനം ഇരിക്കുക. പിന്നെ ഇവിടെ ജനമെല്ലാം രാത്രി 11:30 മണി വരെ ആ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഇവിടെ ആൾക്കാർ വന്നു പോവുക. ആ കഥക് ചേർത്ത് അടയ്ക്കാൻ മേല. അപ്പോൾ ആരെങ്കിലും ഈ ഫോണും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചേ ഞാൻ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോഴത്തേന് ആരാണ്ട് ചാനലുകാർ ചോദിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ മകളെ കിട്ടിയതിന് എടുത്താൽ മറ്റേ കാറേ വെച്ച ആ സാധനം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയ പിന്നെ ഇല്ലേ. എന്നിട്ട് അന്ന് മോർച്ചറിയിൽ നിന്ന് കിട്ടിയ ഈ എൻ്റെ മകള് ഞാൻ പറഞ്ഞില്ലേ, മാലയും മുളയും കൊന്തയും ഊരി വെച്ചു. മകളുടെ ഈ കാതയിൽ എൻ്റെ കമ്മലുണ്ടായിരുന്നു. 2 പിള്ളേരിൽ ഒരുത്തരുടെ കാതയെ സ്വർണ്ണക്കമ്മലായിരുന്നു, ഒന്ന് വടവ് കമ്മലായിരുന്നു. പിന്നെ പിള്ളേരുടെ 2 പേരുടെയും കാലെ പാദസരം ഉണ്ടായിരുന്നു, വെള്ളി പാദസരം. ഇതെല്ലാം കൂടി മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിൽ നിന്ന് ഒരു കൂടിനകത്തിട്ട് മോർച്ചറി ഫോറൻസിക് ഡോക്ടറോ അവർ ചെയ്തവരെടുത്ത് കൊടുത്ത സാധനം എൻ്റെ രണ്ടാമത്തെ മകളെ കെട്ടിയവൻ്റെ കൊടുത്തു. അതും ഈ കാറിൻ്റെ ഡാഷിൻ്റെ എവിടെയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല ഫോൺ എവിടെയാന്ന്. ഇവനിങ്ങനെ പല കാര്യങ്ങളുമായിട്ട് നടക്കുമല്ലേ. ഇനി രണ്ടാമതൊരു കാര്യമാണെന്ന് വെച്ചാൽ ഒരു ആത്മഹത്യയെക്കുറിപ്പ് ഉണ്ടായിരുന്നു, ചേട്ടൻ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ്. അങ്ങനെയൊന്നും ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു, അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾ പോകുന്നത്. പിന്നെ പോലീസുകാരടക്കം ഞങ്ങളെ കൊണ്ട് ട്രെയിനെല്ലാം കയറി തപ്പ. അല്ല, ഇപ്പം നമ്മുടെ ഒരു ആത്മഹത്യക്കുറിപ്പ് ഇല്ലാതെ ഒരാൾ മരിക്കില്ലല്ലോ, അതെവിടെ പോയി എന്നല്ല ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മോളൻ തിരക്കി ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോലീസിനോട് സഹിതമാണ് ഇവിടെ വരുന്നത്. കിട്ടിയിട്ടില്ല. അവർ വന്നിട്ട് അവരേക്ക് പോവാ. ഇതും കഴിഞ്ഞിട്ട് കണ്ടില്ലേ, അപ്പൊ അതായത് ആ വെള്ളിയാഴ്ച ആ സംഭവം നടന്നില്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോലീസുകാർ വരുന്നെന്ന് പറയുന്നത് ബുധനാഴ്ച. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ എല്ലാവരും സർക്കിളും SIയും മുറിക്കകത്ത് എല്ലാം പരിശോധിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ ഇവിടെ വന്നിരുന്നു. ഞങ്ങളൊരു 2 പേരോട് സർക്കിൾ ഈ അൻസൽ സാർ വർത്താനം പറഞ്ഞ മുഴുവൻ ആ പീഡനത്തെ കുറിച്ചല്ല, ഈ മരണത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. നിങ്ങൾക്ക് പറയാനുള്ളത് മൊത്തം ഈ 16 വർഷത്തെ ചരിത്രമാണ് ഞങ്ങൾക്ക് പറയാനില്ല. അത് ഇതുവരെ ആരും കേട്ടില്ലെന്ന് ഞാൻ പറയുന്നത്. ഇതുവരെ അങ്ങനെ ഒരു മൊഴി എടുത്തിട്ടില്ല. അതുകൊണ്ട് കേട്ടാലല്ലേ ഈ കാര്യങ്ങൾ തീരുള്ളൂ. അല്ല, ഈ ഒരു ആത്മഹത്യ പ്രേരണ നൽകുന്ന കാര്യങ്ങളാണ് ഈ 16 വർഷം സംഭവിച്ചത്. അത് കേട്ടില്ല. ഇവിടെ വന്ന് അതിനെപ്പറ്റി ആരും കേട്ടില്ല. അത് പറയാവുന്നോടത്തോണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലെ SHOടെ ഇരിക്കെ ഇന്ന് പുള്ളി അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വെള്ളപ്പേപ്പറിൽ ഒന്ന് എഴുതിയും കൂടെ പോയതാണ്. ഇനിയിപ്പോൾ ഒരു അപേക്ഷയായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൂടെ കൊടുക്കാം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പോൾ ഈ ജാമ്യം കൂടെ കിട്ടിയിട്ട് ഇത്രയും ദിവസമായില്ലേ. മൂന്നാമത്തെ കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോൾ ഈ ഡോക്ടർ ഡ്രസ്സെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആ ഡോക്ടർ ഈ മരണത്തിന് ശേഷം പോലീസിന് മൊഴി കൊടുത്തോ? ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട അവസ്ഥ ഇതായിരുന്നു എന്ന് ഇന്റിമേഷൻ എഴുതി കൊടുത്തിട്ടുണ്ടെന്നേ. അവിടെ അത് കാണും. തൊടുപുഴ സ്റ്റേഷനിൽ ആ സാധനമുണ്ട്. ബോഡി കൊണ്ടുപോകാൻ നേരത്ത് പൈസ വാങ്ങിയെന്ന് എങ്ങനെയാണ് ജനങ്ങൾ പറയുന്നത്? എനിക്കറിയത്തില്ല. ചേട്ടൻ അറിയാതെ മോളുടെ ഭർത്താവ് അവരുമായിട്ട് ഡീലിംഗ് വല്ലതും നടത്തിയിട്ടുണ്ടാകുമോ? ചെയ്യല. അവരാപാട് തൊടുപുഴയെന്ന് വിളിച്ച് ചോദിച്ച് ആ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഈ അടക്കം അവിടെ അടക്കാനുള്ള റൈറ്റ് പറഞ്ഞ അവസാനം അടക്കാം ഞാൻ പറഞ്ഞ എവിടെയെങ്കിലും അടക്കാം. അപ്പം നമ്മൾ പറഞ്ഞത് ഇവിടെ വന്ന് മകനും എൻ്റെ മകളുടെ ഹസ്ബൻഡും കൂടെ വന്ന് മേടിച്ചുകൊണ്ട് പോകണം. ഇവിടെ കൂടുന്ന ഈ ബോഡി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെയുള്ള വരുന്ന ആൾക്കാർക്ക് എല്ലാം കാണാനുള്ള സൗകര്യം. ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞുള്ളൂ, അവരും അത് സമ്മതിച്ചു. അതനുസരിച്ച് വന്ന ഒരാളും കൊണ്ട് ഇങ്ങനെ വേറൊരു കാര്യം, പൈസയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ ആൾക്കാർ ഇതിനകത്ത് ന്യൂസിനകത്ത് പറഞ്ഞ, അതായത് നമ്മൾ 10 ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു. പക്ഷേ പന്തലിട്ടെന്ന് നോക്കാം. ഇവിടെ പന്തലൊന്നും ഇട്ടില്ല. പന്തലിടാൻ എനിക്കൊരു സൗകര്യമില്ല. ആകപ്പാടെ മോർച്ചറിയിൽ ബോഡി അവർ കൊണ്ടുപോയി മോർച്ചറിയിൽ നിന്ന് എടുത്ത് കാരിത്താസിൽ കൊണ്ടുവച്ചു. അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയത് നോക്കി എൻ്റെ മകളെ കിട്ടിയാണ്. അതിന് അവന് ചിലവായ കാശൊക്കെ എൻ്റെ അയർലൻഡുകാരൻ മകൻ ഇതും കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്താൽ ഒന്നും പറയുന്നില്ല. പിന്നെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ ചോദിച്ചിട്ട് മുടക്കായ കാശ് ചോദിച്ചിട്ട് എൻ്റെ മകൻ അവൻ്റെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. അല്ലാതെ അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യും. പക്ഷേ പിന്നെ അയലോകത്തുനിന്ന് ഒരു സ്ത്രീ എനിക്ക് തന്ന വോയിസിനത് ഞാൻ കേൾപ്പിക്കാം. അതിനകത്ത് പറയുന്നുണ്ട്,
പിന്നെ ഷൈനിയുടെ അനിയത്തിയുടെ ഭർത്താവും നോബിയുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഏതൊക്കെ ഹോസ്പിറ്റലിൽ ഷൈനി ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് ഭാര്യ വഴി അറിഞ്ഞിട്ട് അത് യഥാർത്ഥ സമയത്ത് നോബിക്ക് കൊടുത്തോണ്ടിരുന്നത് അനിയത്തിയുടെ ഭർത്താവാണ് അപ്പൊ ഞാൻ പറഞ്ഞ എന്നറിയാം അപ്പൊ എന്ന് പറയുന്നുണ്ട്. അതിന്റെയൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ മകളെ കിട്ടിയെങ്കിൽ ഒരിക്കലും ഒന്ന് ചെല്ലുന്നേ. ബിജു ഉണ്ടല്ലോ തൊടുപുഴയില് കൊല്ലപ്പെട്ട് പുള്ളി അവരെല്ലാവരും കൊട്ടേഷൻ ആയിരുന്നു. ഒരു 10 ലക്ഷം രൂപയ്ക്ക് ആണ് ഈ ബോഡി അവിടെ എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതെന്നുള്ളതാണ്. ഇവിടുന്ന് ഈ ബോഡി എന്ത് കാരണവശാലും അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപയ്ക്ക് അവർ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ടാകും. അതായിരിക്കും നിങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്നത്. അപ്പൊ തൊട്ടടുത്ത ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ബിജു മരിച്ചു പോയത് കണ്ടില്ലേ എന്നൊരാൾ നമ്മുടെ ചാനലിൽ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് 2-3 ദിവസത്തേക്ക് കട്ട രക്തമാണ്. അതിപ്പോൾ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ എന്നോട് പറയുന്നത്. ഇത് എൻ്റെ ഭാര്യ എന്നോട് പറയുന്നത്. ഈ ചവിട്ട് കിട്ടിയതിൻ്റെ 2-3 ദിവസത്തേക്ക് കട്ട ബ്ലീഡിങ്ങാണ് രക്തമാണ് കൊണ്ടിരുന്നത്. അന്നേരം ഇപ്പോൾ അവളൊരു BSc നേഴ്സല്ലേ. അതിന് ചികിത്സിക്കായിരുന്നു. പിന്നെ അത് അന്ന് വന്നേ വന്നിട്ട് കയ്യിലുണ്ടോ? അതാ OP ടിക്കറ്റിനകത്ത് പുള്ളിക്കാരത്തി എഴുതിയത് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കോപ്പിയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഫാമിലിക്കോട്ട് കൊടുത്തിരിക്കുന്നത്. ഗുരുചേട്ടാ, ഇത് നമ്മൾ തുടക്കം മുതലേ കല്യാണം കഴിഞ്ഞ് നോബിയുടെ സ്വഭാവം ഇന്നാണ് നമ്മൾ മനസ്സിലാക്കി. അവിടെ ഒരു അച്ഛനുണ്ടല്ലോ, ആ സമയത്ത് പട്ടം കിട്ടിയെന്ന് പറയുന്നു. ഈ ബോബി അച്ഛനുമായിട്ട് നിങ്ങൾ മനസ്സ് തുറന്ന് അമ്മയും അതൊരു കാളക്കത്തനാരാണ്. ഇവിടെ വന്നിട്ടില്ലേ? ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കലല്ലാണ്ട് കാണുമായിരിക്കും, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മകൻ്റെയൊക്കെ കല്യാണം വന്നപ്പോഴത്തേനും എന്നാന്നറിയോ, ആ പുള്ളിനെ ആദ്യം വിളിക്കും. അല്ലെ ഇവർ തെറി പറയും. അവരാരും വരികയില്ല. അച്ഛനെ ക്ഷണിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നോബിയോ എൻ്റെ മകൾക്ക് വരാനോ അവരുടെ വീട്ടിലുള്ളവരെ വന്ന് കൂടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് മുറിച്ച് വന്നപ്പോൾ എൻ്റെ ലാസ്റ്റ് മക്കൾ ഇതിൻ്റെ പിള്ളേരുടെ മാമോയിസ വന്നപ്പോൾ ഞാൻ വിളിച്ചില്ല. കാരണം ഈ പുള്ളിനെ പിന്നെ ആർക്കും കാണാൻ എൻ്റെ കൂട്ടത്തിലുള്ളവർക്കും എൻ്റെ ബാക്കിയുള്ളവർക്കും ഒന്നും ഈ അച്ഛനെ കാണത്തേ ഇല്ല. അങ്ങനെ ഒരു ഫ്രോഡാണ് പുള്ളി. അല്ല, അനിയത്തിയുടെ ഭർത്താവും സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല? ഇല്ല. അനിയത്തി ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവരൊക്കെ ഈ കുറച്ചായിട്ട് അങ്ങോട്ട് മാറി. വീട്ടിലുള്ള സമയത്ത് ഇവരൊക്കെ ഇപ്പോൾ എറണാകുളത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഷനിയുടെ അനിയനും ഭാര്യയും മക്കളും എന്നൊക്കെ പറഞ്ഞാൽ അവർ എറണാകുളത്ത് അവർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങൾ കാര്യങ്ങളൊക്കെ പാലാരിവട്ടത്ത് അവരവിടെയാണ്. അതും ഈ നോബിയുടെ കാശിന് മേടിച്ചതൊക്കെയാണ്. അപ്പോൾ ഒക്കെ അവിടെയാണ്. ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ കാർന്നൂനും കാർത്തിയും ഷൈനിയും കാണും, പിള്ളേരും കാണും. നോബി ഉള്ളപ്പോഴാണ് നോബി ഇല്ലാത്തപ്പോഴാണ് നോബി ഇല്ല. അല്ല, ഞാനതല്ലേ ഇവിടുത്തെ ഷൈനിയുടെ അനിയത്തിയില്ലേ, അനിയത്തിയുടെ ഹസ്ബൻഡും ഇതിങ്ങനെയുള്ള വിഷയങ്ങൾ അറിഞ്ഞിട്ട് ഈ അച്ഛനുമായിട്ട് ഇതുവരെ സംസാരിച്ചു. അല്ല, അതെന്നാന്നറിയോ, ഈ അച്ഛനുമായിട്ട് സംസാരിക്കാൻ ഞങ്ങൾ പോയില്ല. ഞാൻ അനിയത്തിയുടെ കെട്ടിയവൻ പോണതിന് മുമ്പ് ഞാൻ വേണ്ടേ പോകാൻ. അപ്പോൾ എൻ്റെ ഇവിടെ ആങ്ങളമാരെല്ലാവരും കൂടെ പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് ഇതിൻ്റെ തീരുമാനം ഉണ്ടാക്കണം പറയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ അവിടെ ചെന്ന് പ്രശ്നങ്ങളുണ്ടാക്കി, ഇപ്പോൾ ഒച്ചയും മുകളൊക്കെ വെച്ച് അവനെ കുറേ തരും പറഞ്ഞ് ആ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി അവരല്ലേ ഇറങ്ങാൻ പറഞ്ഞല്ലേ, പോലീസ് കേസായി കഴിഞ്ഞ് പിന്നെ ഈ മകളെ നമ്മൾ ഇനിയും കൊണ്ടുവരുമല്ലോ, അവിടെ തന്നെ നിർത്തുമല്ലേ. ഇവൾ പിന്നെ ഒന്ന് തന്നെ മേടിച്ചതിന് പിന്നെ 4 എണ്ണം മേടിക്കണ്ടേ. അപ്പം വീണ്ടും നമ്മളിത് ക്ഷമിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോകാൻ ഏജുകാരും എല്ലാവരും കൂടെ വരാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. എന്നിട്ട് പോയില്ല. മുൻവിധി ആവശ്യം ഉണ്ടായിരുന്നു ഒരു കത്തനാരെ കുറിച്ച് ഇങ്ങനെ, കാരണം കത്തന ഒരു കുടുംബത്തിലൊരു വൈദികനാണല്ലോ. അല്ല, നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അതിനൊരു 3 ആഴ്ച മുമ്പ്, അതായത് ഒരു 10-ാം തീയതി 2009 ജനുവരി മാസം 10-ാം തീയതി കല്യാണം. ഈ ഡിസംബർ മാസത്തിലാണ് പട്ടം കൊടുക്കുന്നത് സാധാരണ. അച്ഛൻ ഈ ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ ഡിസംബർ എനിക്ക് തോന്നുന്നു ഒരു 20-ാം തീയതി കഴിഞ്ഞിട്ടോ 30-ാം തീയതിക്ക് മുമ്പ് അങ്ങനെ അതിൽ ഈ കല്യാണത്തിന് ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പ് അച്ഛന് പട്ടം കിട്ടി. കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ലെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പട്ടം കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പുള്ളിക്കാരത്തി ഈ നോബി വിളിക്കുന്ന കല്യാണം നമ്മൾ കാര്യങ്ങളെല്ലാം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുള്ളിക്കാരത്തി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അവിടുത്തെ അമ്മ, നോബിയുടെ അമ്മ വിളിക്കുമായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ വീട് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, പണി പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കുന്നു, കഥ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പട്ടംകടയുടെ സമയമായപ്പോൾ വീടിൻ്റെ പണിയെല്ലാം ഓടിച്ചിട്ടെല്ലാം തീർത്തു. മാനാനത്ത് തന്നെ കുന്നത്തേട്ട് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ്റെ മകളെ, എൻ്റെ മകളെ കണ്ടിട്ട് അവർ അന്ന് തന്നെയും പിന്നെ വന്നപ്പോൾ ആ വീട്ടിലും പോയി ആ പെണ്ണിനെ കണ്ടു. ഒരു അവസാനം അവർക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞ് പറയുന്നതനുസരിച്ചാണ് നമ്മൾ ബാക്കി ഇതെല്ലാം വർത്താനം എല്ലാം പറഞ്ഞു പോകുന്നത്. ഒത്തുകല്യാണത്തിൻ്റെ അന്ന് തന്നെ ഇവന് ഡ്രസ്സിനുള്ളതും ബാക്കി നമ്മൾ കൊടുക്കുന്ന പൈസയായിട്ടുള്ളതും കൊടുക്കുന്നു. പിന്നെ കല്യാണത്തിന് ബാക്കി സ്വർണ്ണങ്ങളും എല്ലാമായിട്ട് ആഘോഷമായിട്ട് എല്ലാ കാര്യങ്ങളും. 3 പിള്ളേർ 2 പേരുടെയും പ്രസവം ഇവിടെയാണ്. അച്ഛനുമായിട്ട് ചെല്ലും പുള്ളിയൊന്നും അങ്ങനെ വർത്താനം ഒന്നും പറയാറുണ്ട്. അച്ഛാ ഗോപി പിന്നെ പുള്ളി ഇത് ഈ പുള്ളി പട്ടം കിട്ടിയത് തന്നെ കഴിഞ്ഞിട്ട് വിട്ടുന്നത് 3 പള്ളിയുടെ വികാരിയായിട്ടാണ് പോകുന്നത്. ഈ കർണാടക ബോർഡറിൽ ഒരു പള്ളിയുണ്ട്, കോട്ടയം പള്ളിക്ക്, അജിക്കറ, നെല്ലിയാടി, കടവ. എന്നിട്ട് അവർ ഇവിടെയൊക്കെ ഈ നോബിയും കാർന്നൂത്തിയും ഒക്കെ ഇവിടുന്ന് ഒരു വണ്ടി എടുത്ത് അച്ഛൻ്റെ കൂടെ പോയി ഒരാഴ്ചയൊക്കെ അവിടെ പോയി താമസിച്ചിട്ട് വന്നതാണ്. എന്നിട്ട് പിന്നെ ചെങ്ങളം പള്ളി, മറ്റക്കരപ്പള്ളി, ചിങ്ങവനം പള്ളി, തിരുവല്ലായിക്കപ്പുറത്ത്, പിന്നെ കറ്റോടം തിരുവല്ലാവി. അപ്പോൾ അങ്ങോട്ടാണ് വരുന്നത് മലങ്കരയാണ്. അപ്പോൾ പുള്ളിക്ക് അവിടുത്തെ കുർബാന അറിയാം. നമ്മുടെ ഈ കുർബാനയല്ല, ആ കുർബാന അവിടെയാണ്. ഇപ്പോൾ എവിടെയാണ് പുള്ളി?
ഇപ്പൊ കറ്റോടെന്ന് ഇപ്പൊ പുള്ളി ഓസ്ട്രേലിയക്ക് പോയില്ലേ? ആണോ? തിരിച്ചു പോയോ? അത് ഓസ്ട്രേലിയക്ക് പോകുന്നത് ഈ എൻ്റെ കൊച്ചൊക്കെ മരിക്കുന്നതിന് മുമ്പല്ലേ പോകുന്നത്. അത് ഈ ഞാൻ പറഞ്ഞ ഈ ഇവിടുത്തെ കേസ് വരെ കഴിഞ്ഞ് ഇവർക്കെല്ലാം ജാമ്യം എടുത്തു കൊടുത്ത് ബാക്കി കാണിക്കാവുന്ന ഊടായ്പകൾ മുഴുവൻ കാണിച്ച് നിയമങ്ങളെല്ലാം പഠിച്ച് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് പിന്നെ കരിങ്കുന്നം സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചു. അതിനും വന്ന് പറഞ്ഞത് പുള്ളിയാന്ന് പറഞ്ഞില്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സകല കാര്യങ്ങളും ഇണക്കിയേച്ചാൽ പുള്ളി ഓസ്ട്രേലിയയിൽ പോയി. അവർ പറയുന്ന മുലക്കാട്ട് പിതാവിൻ്റെ കസ്റ്റഡിയിലുണ്ടെന്നും വികാരേജനുമായിട്ട് സംസാരിച്ചിട്ടില്ല ഇതുവരെ ഇങ്ങനെ ഈ പ്രശ്നം. തൊടുപുഴയിലെ വിചാരിച്ചിന് എൻ്റെ മകളെ ഞാൻ രാത്രിക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ തൊടുപുഴ പള്ളി വിചാരിച്ചിട്ട് ഇരിക്കില്ല എൻ്റെ മകളെ ആയിട്ട് ചെല്ലുന്നതേ. അപ്പോൾ ആ പുള്ളി വിളിച്ച് ചോദിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് വരെ ചോദിച്ചിട്ട് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ പുള്ളി ഇരുന്നു പുറത്തിരുന്ന് ഞങ്ങളെ 3 പേരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെയായിരിക്കും എനിക്കതേപ്പറ്റി അറിയത്തില്ല. തക്കാലം കുറച്ച് ദിവസം ഒന്ന് നിങ്ങൾ കുറേ നാളത്തേക്ക് രണ്ടും രണ്ടായിട്ട് നിൽക്കുക, നേരത്തിന് തീരുമാനമാകും എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ എന്നോട് പറഞ്ഞു. എൻ്റെ പള്ളി വികാരി അച്ഛൻ്റെ ഇരിക്കണം ചെന്ന് ഈ സകല ചരിത്രങ്ങളും അവിടുന്ന് കൊണ്ടതും ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നതും പിന്നെ ഈ ഷൈനിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ലെറ്റർ ചോദിച്ചു. അതിന് ഞാനും എൻ്റെ മകളെ കൂടെ ചെന്നാന്നേ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഞാൻ ചോദിക്കുന്നതിനകത്ത് ഈ 9 മാസം മുമ്പ് ഇതുണ്ടാക്കി അവിടെ നിന്ന് ഇറക്കി വിട്ടു, ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഈ ആഴ്ചയിൽ അവിടെ ചെല്ലുന്ന അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം ഇതിന് മുമ്പുള്ള കാര്യങ്ങളും എല്ലാം അറിയാവുന്നതാണേ. സകല കാര്യം അച്ഛനായ കൊണ്ടാണല്ലോ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം അറിയുകയും അച്ഛൻ എന്നിട്ട് എന്നാണെന്നറിയോ, ഇതിന് മുമ്പ് ഈ 5 വർഷം മുമ്പ് കൊല്ലാൻ തുടങ്ങി എടുത്തെറിഞ്ഞ് ഇവിടെ അവസാനം ഈ അച്ഛനോട് ചേട്ടായി എന്നാണ് വിളിക്കുന്നത്, അച്ഛനോടും പറഞ്ഞതാണ്. അന്നേരം അച്ഛൻ ഇവളോട് എൻ്റെ മകളോട് പറഞ്ഞെന്ന് മകൾ എന്നോട് പറഞ്ഞതെന്നാണെന്നറിയോ, നീ നിൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്താൽ പിന്നെ വരുന്ന ഭവിഷ്യത്ത് നീ തന്നെ സഹിക്കേണ്ടി വരുമെന്നാണ് അച്ഛൻ എൻ്റെ മകളോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവൾ ഈ വികാരിയച്ഛൻ ഈ ചേട്ടനച്ഛൻ ബോബി അച്ഛൻ ഈ 5 വർഷം മുമ്പ് 2020 കണ്ടാന്ന് എനിക്ക് തോന്നുന്നു. അത് ആ ഫോട്ടോയിൽ എൻ്റെ ഡേറ്റ് കിടക്കും. ഷൈനോട് പറഞ്ഞു ഞാൻ മടുത്ത് ചേട്ടായി പോവാന്ന് പറഞ്ഞിട്ടേ, നീ അങ്ങനെ പോയാൽ പോകുന്നതിൻ്റെ ബാക്കി വരും, പിന്നെ വരുന്ന ഭവിഷ്യത്ത് നീ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിസാരം കണ്ടില്ല ഈ അയൽക്കൂട്ടംകാരെ പിന്നെ നടത്തിക്കൊണ്ട് പോലും അച്ഛനാന്ന് സംസാരിച്ചേ, മനസ്സിലായ അച്ഛൻ. അതുപോലെ തന്നെ അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ അയൽക്കൂട്ടംകാരുടെ കടം, ഷൈനിയുടെ കടം ഇപ്പൊ UK ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുത്തിട്ടിരിക്കുക, ഇതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം അപ്പം ഷൈനിയുടെ കടം കുടുംബശ്രീക്കാർക്ക് കൊടുക്കാൻ 95,000 രൂപയാണ്. 95,000 ഒന്നുമില്ല. അവർ അതിന് 4 മാസം മുമ്പ് നവംബർ മാസത്തിൽ അവിടെ ചെന്ന് കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അവിടെ സ്ഥാനത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും അടക്കം 2 പ്രാവശ്യം കരിങ്കുന്നം പഞ്ചായത്ത് ചെല്ലുകയും പ്രസിഡന്റിൻ്റെയും കൂടെ മേടിച്ച് പോലീസ് സ്റ്റേഷനിൽ എന്നിട്ട് ഞങ്ങൾ ഇതായ എഗ്രിമെന്റ് വെച്ചെന്നേ. പിന്നെ 36,000 രൂപ നമ്മുടെ പൈസ തന്നെ എൻ്റെ മകളുടെ ഗൂഗിൾ പേ വഴി അയച്ചിട്ടുണ്ടെന്നേ അങ്ങോട്ട്. എൻ്റെ റെസീറ്റ് ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ അന്നേരം ഇവർ പറഞ്ഞതെന്നറിയാം 3 ലക്ഷം രൂപയ്ക്ക് അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഈ രൂപയുടെ വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിച്ച പൈസ 100%. അച്ഛൻ അങ്ങനെ വന്ന് ഇവരെ പ്രതിയാക്കാതിരിക്കാൻ വേണ്ടി ഫാമിലി കോർട്ടിൽ എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ പിള്ളേരോടും വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ അടയ്ക്കുന്ന പൈസ തിരിച്ചു കിട്ടുമെങ്കിൽ പപ്പ നമുക്ക് അടയ്ക്കാം, ഷൈനിച്ചേച്ചി അകത്ത് പോകാതിരിക്കുമല്ലോ, അതാ എൻ്റെ പിള്ളേർ. അപ്പോൾ ആ എഗ്രിമെൻ്റ് അനുസരിച്ച് അവർ പറഞ്ഞ പോലെ 3 മാസം പൈസ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷൈനിയുടെ ഫാദർ എന്നുള്ള നിലയിൽ ഇപ്പോൾ UK ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെ ഈ കുടുംബശ്രീക്കാർക്ക് ഈ പൈസ കൊടുത്തിട്ടുണ്ട്, അവർ സമാഹരിച്ചിട്ട്. ഇതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. അതിൻ്റെ ആവശ്യം എന്നായിരുന്നു? നോബിക്കോ നോബിയുടെ വീട്ടുകാർക്കോ പിന്നെ ഈ ബാക്കിയുള്ളവർക്ക് ഇത്രയും നാട്ടുകാരുടെ പിരിവെടുത്ത് കാശെടുക്കണോ? അവരുടെ വീട്ടിലേക്ക് അവരുടെ അപ്പന് വേണ്ടിയിട്ടും അച്ഛൻ്റെ മുറി മോടി പിടിപ്പിക്കാനും വീട്ടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എൻ്റെ മകളെ കൊണ്ട് എടുപ്പിച്ച ലോണ് മുടങ്ങാതെ അടച്ചുകൊണ്ടിരുന്ന ജൂൺ മാസം അവൾ 9-ാം തീയതി പോരുന്നതിന് മുമ്പ് ആ മാസത്തിൻ്റെ ആദ്യം അടയ്ക്കേണ്ട പൈസയും അടച്ചതാണ്. പിന്നെ പോയിട്ട് 3-4 മാസമായിട്ട് ഇവിടെ ഇഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അടയ്ക്കാൻ പറ്റിയില്ല. അന്നേരം അവർ വിളിച്ച് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ. അവൾ പറഞ്ഞു ഞാൻ എന്നാ ചെയ്യുന്നത്, എനിക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല, ആങ്ങളമാരോട് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പോഴത്തേനും അവർ ഇവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവളോട് മേടിച്ചോണം, ഞങ്ങൾ ആരും മേടിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവരതിന് പോയി. ഞാൻ ചോദിക്കുന്നത് കരിങ്കുന്നം പഞ്ചായത്തിലെ പോലീസ് സ്റ്റേഷനിൽ അയൽക്കൂട്ടംകാർ കൊടുത്ത പരാതിയുടെ കൂടെ ഈ അച്ഛനും നോബി എന്തിനാണ് പോയത്? അവിടെ എന്തിനാ അച്ഛനും നോബിയും പോകുന്നത്? എന്തിനാണ്? അയൽക്കൂട്ടംകാർക്ക് കാശ് കൊടുക്കാനുള്ളതിന് ഷൈനിയുടെ പേര് പെറ്റീഷൻ പരാതി കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. അവരവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയൽക്കൂട്ടംകാർ പെണ്ണുങ്ങൾ മേടിച്ച കാശ് പെണ്ണുങ്ങളോട് മേടിച്ചെന്നില്ല, അവർക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ ഇതിനെ നോബി അച്ഛനോട് വന്നേ അവിടെ വന്നിട്ട് എൻ്റെ മകളെ കൊണ്ട് വർത്താനം പറയിപ്പിച്ചില്ല, സർക്കിൾ വർത്താനം പറഞ്ഞില്ല, SI വർത്താനം പറഞ്ഞില്ല, നോബി വർത്താനം പറഞ്ഞില്ല, അച്ഛനെ പറഞ്ഞു. ഇതിൻ്റെ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കുടുംബശ്രീക്കാർ കൊടുക്കുന്ന പൈസ ക്യാഷ് ഇപ്പം ഇവർ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ 13 അംഗങ്ങൾ 13 വനിതകൾ പോയി ആ വീടിന്റെ മുന്നിൽ ഒരു നിരാഹാരം ഇരിക്കുകയോ വല്ലതും ചെയ്തിരുന്നെങ്കിൽ
ഇല്ല ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഈ 13 പേരും കൂടെ ഈ 95,000 രൂപ കൂടിയ 6,000, 7,000, 8,000 രൂപ ഇവർ 7 പേരും കൂടെ എൻ്റെ മക്കളോട് അവരെ സ്നേഹം ഉണ്ടെങ്കിൽ അവർ വീതിച്ചെടുത്തിട്ട് ഇത് തീർത്താലും കുഴപ്പമില്ല. ഇല്ല, അവരുടെ പോട്ടെ, അവരോട് തന്നെ മേടിക്കണം. അല്ല, നമ്മൾ കൊടുക്കാനുള്ള പൈസയാ. ഇപ്പൊ തന്നെ നമ്മൾ ആശാ വർക്കേഴ്സിനെ അറിയാം, അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യത്തിന് വേണ്ടി അവർ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുക. അതുകൂടാതെ തന്നെ മുനമ്പോ അറിയാം, ഓരോ കുടുംബങ്ങളും പണിയും കഴിഞ്ഞിട്ട് ആ പള്ളിയുടെ വാതുക്കൽ അവർ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിതൊക്കെ പോയതാണ്. ഈ ഒരു സിറ്റുവേഷൻ തൊടുപുഴയിൽ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഈ 13 അംഗങ്ങളും വനിതകളും കൂടെ ആ വീടിന് മുന്നിൽ ഒരു നിരാഹാരം ഒരു ദിവസമെങ്കിലും ഇരുന്നിരുന്നെങ്കിൽ ചില പോലീസ് വരുമായിരിക്കും, പിടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഇതൊരു വലിയൊരു വിഷയമായി മാറില്ലായിരുന്നു. അല്ല, ഇത് വലിയൊരു പൈസ കൊടുക്കാന്നുള്ളതല്ല, ഇത് ഷൈനിയുടെ ഈ കേസ് വലിയൊരു സംഭവമായി മാറിയാനെ. ഈ ഒരു ചർച്ച ഞങ്ങൾ വെച്ചപ്പോഴത്തേക്കിനാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഈ ഏത് UK-കാരോ ടോം ജോസ് തടിയമ്പാട് ആ പുള്ളി ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത് ചെയ്തത് 101% തെറ്റാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ഇവരോട് തന്നെ മേടിക്കണമായിരുന്നു. ഞങ്ങൾ കാശ് അടച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞ് എൻ്റെ മകളെ പ്രതിയാകാതിരിക്കാൻ വേണ്ടി. ഇല്ല, അവര് ചെയ്തത് സതുദ്ദേശപരമായിട്ട് തന്നെ ആയിരിക്കാം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതൊരു ആവിയായി പോകുന്ന പോലെ അല്ലേ ഇപ്പൊ തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നോട്ടായി വന്ന് ഇറങ്ങുന്നൊക്കെ ഞങ്ങൾ കണ്ടു, വേറെ ആരും ഇല്ല കാര്യത്തിന്. നിങ്ങൾ ഈ പ്രായമായിട്ട് ഇപ്പൊ സ്റ്റേഷനിൽ പോകുന്നു ഒക്കെ വരുന്നു. പക്ഷെ ഈ ഷൈനിയുടെ കേസ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇവർ രംഗത്ത് വരുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഈ ഒരു വിഷയം, ഈ 95,000 രൂപയുടെ പേരിൽ ഒരു പിരിവ് നടത്തി അവരെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വിഷയം അങ്ങ് എല്ലാം അവനെ കൊണ്ട് തന്നെ അടപ്പിക്കും. ബോഡി കൊണ്ടുപോയാൽ അവിടേക്കാണല്ലോ, അവന്റെ ഭാര്യയാണെന്ന് അത് അംഗീകരിച്ചിട്ടാണല്ലോ നമ്മൾ കൊടുത്തു വിട്ടെ. ഇതൊന്നും വേണ്ടത്. ഞാൻ പറഞ്ഞെന്നറിയോ, ഇപ്പം അത് അടയ്ക്കാൻ വേണ്ടി ഇല്ല ഇവര് വന്നില്ലെങ്കിൽ ഞാൻ ഫാമിലി കോർട്ട് വഴി ഞാൻ പറഞ്ഞില്ലേ, അത് വണ്ടി കണ്ടും കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടതാ. ഇതൊന്നും അല്ല, ഈ കാറ് പോലും വേണ്ട, ആ പിക്കപ്പ് ആർക്കെങ്കിലും കൊടുത്താൽ മതി. എനിക്ക് ആ പിക്കപ്പ് അവിടുത്തെ SIO സർക്കിളിനോടോ SP-യോടോ പറഞ്ഞെന്നാൽ ആ പിക്കപ്പ് അവർ എവിടെയാന്ന് തപ്പിയെടുത്ത് ഷൈനിക്ക് കൊടുക്കണം. മനസ്സിലായി? ആ കൊടുത്തിട്ട് അത് വിറ്റിട്ടാകാം, ഇത്രയും കാശ് വേണ്ട അവിടുത്തെ തീർക്കാൻ. അല്ല, അത് തീർക്കുന്നതല്ല, അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ഇപ്പം അവരുടെ ശവക്കല്ലറയ്ക്ക് ഗ്രാനൈറ്റ് ഇടാൻ പറ്റുമെങ്കിൽ ഇവർക്ക് തീർക്കാൻ പറ്റും. ഉറപ്പല്ലേ? ഇവരെന്നാ പറയുക, ഇവളെ പ്രതിയാക്കാനും ഈ പ്രശ്നത്തിൽ ഇവളെ ഇട്ട് എന്തേരം ഹരാസ് ചെയ്യാവോ, എന്തേരം വിഷമിപ്പിക്കാവോ, ഇവളെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ഈ 16 വർഷവും ശ്രമിച്ചത്. അതാ അവസാനം അവൾ അവിടുന്ന് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്നാന്നറിയാം, ഇവളുടെ കൈകൊണ്ടോ എന്റെ പെണ്ണ് ഷൈനി എന്നെ തോപ്പിച്ചെന്നാ ഞാൻ പറഞ്ഞു. എൻ്റെ മകൾ എന്നെ തോപ്പിച്ചു. കാരണം ഇവിടെ വന്ന് ഞാൻ ഈ 9 മാസം ഇവിടെ കൊണ്ട് നിർത്തിയ സമയത്ത് ഈ 16 വർഷവും അവിടെ നിന്ന് ഇതുപോലെ ഇതിനെ കഴിഞ്ഞ് ഞങ്ങളുടെ വന്നിട്ട് തല്ലിയില്ല, ഞുള്ളിയില്ല, തെറി പറഞ്ഞില്ല, ഈത്ത പറഞ്ഞില്ല, ഒന്നുമില്ല. അവിടെ വന്ന് ഈ കാണാവുന്ന എല്ലാം ഉണ്ടായിട്ട് ഇപ്പോൾ വീണ്ടും കൊച്ചുങ്ങൾക്ക് വേണ്ടി അവിടെ ക്ഷമിച്ച് എന്ന് അവൾ ഈ 2 പിള്ളേരെയും കൊണ്ട് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ഇവിടെ വെച്ചത് സംഭവിച്ചപ്പം ഞാൻ തോറ്റെന്നാ പറഞ്ഞത്. പക്ഷെ അതെന്നാ അതുകൊണ്ട് അവൾ എഴുതി. അപ്പൊ പിന്നെ ഞാൻ ഓർത്തിനി പിന്നെ ഇവിടെ ഫോൺ പരിശോധിച്ച് കഴിയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഇതിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആർക്കെങ്കിലും വിളിച്ചു പറഞ്ഞതോ വെളിയിൽ കിട്ടും എന്ന് ഓർത്തിട്ട് ഇത്രയും ദിവസം ഇന്ന് 56 ദിവസമായി UK ട്രസ്റ്റുകാർ ഇത് തീർത്തു. പക്ഷെ അതുകൊണ്ട് കൂടെ എല്ലാവരും തീർന്നു. ഇവിടെ നോബിയുടെ അച്ഛനും അവിടുത്തെ വികാരി അച്ഛനും അതുപോലെ തന്നെ നോബിയുടെ വീട്ടിലെ അച്ഛനും നോബിയൊക്കെ സേഫായി, പൈസ അവര് കൊടുത്തു. പക്ഷേ ഈ നീതി ഷൈനിക്ക് നീതി ആര് നേടിക്കൊടുക്കും? അപ്പൊ അതിന് അപ്പനും അമ്മയ്ക്കും കൂട്ടായിട്ടല്ലേ ട്രസ്റ്റിന് നിൽക്കേണ്ടത്. ഈ ഒരു ചർച്ച ഞങ്ങൾ നടത്തി. പക്ഷെ ഇത് ഞങ്ങളോട് പറഞ്ഞ ഞങ്ങളായിട്ടല്ല, ടോം ജോസ് തടിയമ്പാടിനൊക്കെ നമുക്കറിയാം, അവരൊക്കെ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞേ അത് ചിലപ്പോൾ നല്ല രീതി തന്നെ പുള്ളി ചെയ്തതായിരിക്കും. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല, അതിൻ്റെ റൈറ്റ് ശരിക്കും പറഞ്ഞാൽ അത് ആ പൈസ എവിടെ ഉപയോഗിച്ചോ അതുകൊണ്ട് ആർക്ക് ഗുണം കിട്ടിയോ അവർ വേണമല്ലോ ഇത് അടയ്ക്കാൻ. അവര് വേണ്ടേ അതടക്കാൻ. അവളുടെ ഭർത്താവാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണല്ലോ ഇത്രയും ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെന്നും ഈ പിക്കപ്പ് ഇതും എല്ലാം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ബോഡി കൊണ്ട് പോയത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബാധ്യതയും ഇതിന്റെ പോലും കണ്ടില്ലേ, അവൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ താഴെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എൻ്റെ മകള് പനിയായിട്ടും കൂടെ ഇരിക്കുമായിരുന്നു. ഈ ഇൻഷുറൻസ് ചേർത്ത ഏജന്റിന്റെ ഹസ്ബൻഡും കൂടെ ഒരു 2 വീലറെ തൊടുപുഴയെന്ന് പാലായിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവളെ വിളിച്ചിറക്കി ഇവളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഒരു ഫോമൊക്കെ മേടിച്ച് ആ ഫോമെ പോളിസി നമ്പരെല്ലാം കൂടി എഴുതി ഷൈനിയുടെ പേരിൽ നിന്ന് ഇത് പോളിസി നോബിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഉപ്പ് വരെ ഇട്ട് കൊടുത്തതാണ്. അന്നേരം താഴെ കിടന്ന് എന്തോ എനിക്കൊരു ബോധം, ഇവിടെ എല്ലാ ആൾക്കാർ വർത്താനം പറയുന്നവർക്ക് ഞാൻ ഇറങ്ങി വന്നു, ഒച്ചയമ്പോളം ഉണ്ടാക്കി. ഞാൻ ഓർത്ത് എൻ്റെ ഷൈനിയോടെ പറഞ്ഞ് നിനക്കിട്ടായും തരണമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ആ വഴിയിലിറങ്ങി ഈ വന്ന പോളിസി ഏജൻറ്റിൻ്റെ കെട്ടിയവനോട് വരെ ഒച്ച വെച്ചിട്ട് കൊടുത്ത സാധനം തിരിച്ചു മേടിച്ച് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഈ പൂരിപ്പിച്ചിട്ട് പോലുമില്ല, പിന്നെ അവർ ആഫീസിൽ ചെന്നിട്ടേ പൂരിപ്പിക്കുള്ളൂ. അത് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഈ വഴി നിന്ന് വന്ന ആൾക്കാരെന്ന് പോടാന്ന് പറഞ്ഞു.
നീ ഇതിനക ഈ ഏജന്റിന്റെ കെട്ടിയവനും കൂടെ കൂടിയാ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നാ ചൂടാകുന്നതിനോട് ഞാൻ പറഞ്ഞു ഇതെൻ്റെ മകളാണ് അതുകൊണ്ടാണ് ചൂടാകുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഈ സംഭവം ഉണ്ടായി നമ്മളിവിടെ വന്ന് അവരിക്കോട്ടെ കേസ് കൊടുത്തിരിക്കുന്നു, തൊടുപുഴ കേസ് കൊടുത്തിരിക്കുമ്പോഴത്തേന് ഇവൻ ഫ്രോഡ് പണി കാണിച്ചതാണ്. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ മകൾക്ക് റിട്ടേൺ ഒന്നുമില്ല, അവിടെ അവൾക്ക് ജോലിയില്ല, വരുമാനമില്ല, അവളെ എംപ്ലോയി അല്ല, ഈ പറമ്പിൽ പണിയുന്നത് ഇവൻ മാസം മാസം അയച്ചു കൊടുക്കുന്നതുകൊണ്ട് ഈ ആശുപത്രി കേസും മക്കളുടെ കാര്യങ്ങളും വീട്ടു ചെലവുകളും കാര്യങ്ങളും അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ മാസം 50,000 രൂപ, 3 മാസം കൂടുമ്പോൾ 1.5 ലക്ഷം രൂപ എൻ്റെ മകൾ പോളിസി ഹോൾഡർ അവളെങ്ങനെയാണ് അടയ്ക്കുന്നത്? അപ്പം എൻ്റെ 101% ഞാൻ പറയുന്നതിനകത്ത് ഇവളെ തട്ടിയിട്ട് ഈ പോളിസി പൈസ അടിച്ചെടുക്കാനായിട്ട് ചെയ്ത് ആരോ അച്ഛൻ്റെയും കൂടെ കൂടിയുള്ള ബുദ്ധിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഫോൺ വിളിച്ചാൽ അവൻ്റെ പ്രതികരണം എന്നാന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് പേടിച്ചിട്ട് ഞാൻ വിളിക്കാത്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.